ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതോ ഞാൻ ഉണ്ടാക്കിയതോ ഞാൻ ഇട്ടതോ ഒന്നുമല്ല. ഇതെനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ്. എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും, ഇതുപോലെ അല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി വിഷമകരമായ ഒരുപാട് സംഭവങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുകയാണെന്ന് കരുതുമായിരിക്കും. ഇതിലെന്താ പ്രത്യേകതയെന്നും കരുതും. ശരിയാണ്, ഇതിനേക്കാളും വിശന്ന് വലഞ്ഞ് നടക്കുന്നവരെ നമ്മൾ നാട്ടിൽ ഒത്തിരി കാണുന്നുണ്ട്. എങ്കിലും ഇതിൽ എനിക്കൊരു പ്രത്യേകത തോന്നി. എൻ്റെ കാണുന്ന ഈ വ്യക്തി നമുക്കൊരു മാതൃകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു നല്ല സുഹൃത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്നുവെച്ചാൽ അയാളുടെ ഭാര്യ വിശപ്പിൻ്റെ മുന്നേ വന്നിരുന്നിട്ടും ഫോട്ടോ എടുത്ത് ഫുഡിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിടാൻ നോക്കിയിരിക്കുന്ന ഭാര്യയാണ് അയാൾ ഇതിൽ ചിത്രീകരിക്കുന്നത്. അതുപോലെയുള്ള ആൾക്കാരെയാണ് ചിത്രീകരിക്കുന്നത്. അവർ അതെടുത്ത് അപ്പോൾ വിശപ്പ് എന്താണെന്നല്ല, ആഹാരം എന്താണ്, എനിക്ക് വിശക്കുന്നു, ഫുഡ് കഴിക്കണം എന്നല്ല. അപ്പോഴും അവർ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ ഇടുക എന്നുള്ളത്. അപ്പോൾ ആ മനുഷ്യൻ ആ ഒരു വിശന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ വേദന കാണുകയും ആ ഫുഡ് എടുത്ത് ആ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. നമുക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തവർ അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണമല്ലോ. അത് നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ യു എസിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരോടും എല്ലാവരോടും കൂടെ എനിക്കൊരു റിക്വസ്റ്റാണ്. എന്നെ ഇത് പറയാൻ, അതായത് ഈ ഒരു വഴി പറയാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ കാണുന്ന, എൻ്റെ സ്വന്തം അനുജത്തിയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു. അന്ന് മുതൽ ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങളൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കുറച്ച് പേരുണ്ട്, ഒരു 5-6 ഫ്രണ്ട്സുകളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പരസ്പരം പറയുകയും പരസ്പരം ഞങ്ങളത് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ ഈ അനുജത്തിക്ക് തുല്യമായ ആ ഫ്രണ്ടിനോട് പറയും, ഇങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയും, അതിനെന്താ ചേച്ചി, ഞാനൊരു എക്സ്ട്രാ ജോലി ചെയ്യും. കാരണം എല്ലാവരുടെയും ഇൻകം, നമ്മളെല്ലാവരും ഓക്യുപ്പൈഡാണ്. നമ്മുടെ ഇൻകം ഇന്നത് ചെയ്യണം എന്നുള്ളതല്ലേ. എത്ര ഓക്യുപ്പൈഡ് ആണെങ്കിലും നമ്മൾ അതൊന്നൊരു ചെറിയ ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അതല്ലെങ്കിൽ എൻ്റെ ആ അനുജത്തിക്ക് തുല്യയായ ആ കൂട്ടുകാരി പറഞ്ഞത് എന്താണെന്നറിയാമോ, ഞാനൊരു ദിവസം എക്സ്ട്രാ ജോലി ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ട, എൻ്റെ മറ്റുള്ള ബാധ്യതകളിൽ നിന്നും പൈസ എടുക്കേണ്ട, എൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയും വേണ്ട. ഒരു ദിവസം എക്സ്ട്രാ ചെയ്ത് നമുക്കതങ്ങ് ചെയ്യാം ചേച്ചി എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ അതിനൊന്ന് കൊണ്ടു. അപ്പം മുതൽ ഞാനും ചിന്തിക്കും, ഞാനും ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഒരു സിനിമ കണ്ടിരിക്കാം, അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ഞാനും കരുതും, എനിക്കും ഒരു ദിവസം പോയി ജോലി ചെയ്താൽ എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. ഒരു റിക്വസ്റ്റാണ്, നമുക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും സമൂഹത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കണ്ടേ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു ഭാഗം വയ്ക്കണം. അത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും എൻ്റെ കൂട്ടുകാരോടും പറയുകയാണ്. ഇതിനോളമോ അല്ലെങ്കിൽ ഇതിനേക്കാളുമോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ വയസ്സായ അച്ഛനും അമ്മയും എത്ര പേര് അവരെ പരിപാലിക്കുന്നുണ്ട്. സ്വത്തിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഒരു മോക്ക് കൊടുത്തു, ഒരു മോക്ക് കൊടുത്തില്ല എന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നവരുണ്ട്. പല ആഘോഷങ്ങളുടെ ഇടയിലും അച്ഛനെയും അമ്മയും മറന്നുപോകുന്ന മക്കളുണ്ട്. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ചേട്ടൻ പറഞ്ഞു, അവരുടെ മക്കൾ എല്ലാം പുറത്താണ്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർ ഈ അച്ഛനെയും അമ്മയും ഓർക്കും, വിളിച്ചുകൊണ്ട് പോകും. കുഞ്ഞുങ്ങളൊരു പറക്കം മുറ്റാറാകുന്നവരെ അവിടെ നിർത്തും. അത് കഴിയുമ്പോൾ അച്ഛനും അമ്മയും അവർ തിരിച്ച് നാട്ടിലേക്ക് വിടും. അത് ഞാനും ഇവിടെ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക, അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഏത് തിരക്കിനിടയിലും നമ്മൾ അവരെ കാണാൻ പോവുകയും അവർക്ക് ആശ്വാസവും ചെയ്തു കൊടുക്കുക, അതൊരു മക്കളുടെ കടമയാണ്. അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തുണ്ടോ? ഇല്ല. നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്നതും ഈ ഉണ്ടാക്കി കൂട്ടുന്നതും എല്ലാം ആ അപ്പനും അമ്മയും നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടല്ലേ. അപ്പോൾ അവരെ മറക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം സിൻസിയറായിട്ട് തന്നെ പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മുന്നിൽ എൻ്റെ അപ്പനും അമ്മയും തന്നെയാണ്. അതിവൻ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും അറിയുകയും ചെയ്യാം.
അവരെക്കാളും ഉപരി ഏറ്റവും മുൻതൂക്കം എൻ്റെ ലൈഫിൽ കൊടുക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. അതിൻ്റെ കൃപ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അനുഗ്രഹം, ആ ഒരു കൃപ ദൈവത്തിൻ്റെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയായിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ പാരൻസിനെ നോക്കിയാൽ. നമ്മുടെ പാരൻസിനെ നമ്മൾ നന്നായി തന്നെ നോക്കണം. സ്വത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും അവരെ ഒരിക്കലും ആരും മാറ്റി നിർത്തരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ വല്ലപ്പോഴുമെങ്കിലും സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി അതൊന്നും വേറെ തന്നെയല്ലേ. നമുക്കും നല്ല മനുഷ്യരായി ജീവിക്കാം. എല്ലാവരും നല്ല മനുഷ്യരാണ്, എങ്കിലും കുറച്ചുകൂടി നന്നായി ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. താങ്ക് യു സോ മച്ച്.